നമസ്കാരം. എല്ലാവരെയും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ മാധ്യമ തലക്കെട്ടുകളിൽ വളരെ ശ്രദ്ധേയമായിട്ട് കടന്നു വന്ന ഒരു വാർത്തയാണ് ശാസ്ത്രജ്ഞർ വയനാടിനെ കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടരുതെന്ന്. അവരുടെ ശാസ്ത്രീയമായിട്ടുള്ള അറിവുകൾ, കണ്ടെത്തലുകൾ, പഠനങ്ങൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് അവരെ നിയന്ത്രിക്കുന്ന ഒരു ഉത്തരവാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായത്. വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിൽ നിന്നുമുള്ള ഒരു വിലക്കാണ് ശാസ്ത്രജ്ഞർക്ക് ഉണ്ടായതായിട്ട് നമ്മൾ കാണുന്നത്. അത് സർക്കാരിൻ്റെ ഒരു വിചിത്രമായ നടപടിയായിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. എന്നാൽ ഈ ഉത്തരവ് വിവാദമായതോടുകൂടെ അത് പിൻവലിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയതായിട്ടും അറിയുന്നു. പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ കൽപ്പനയായിട്ടാണ് ഇത് അറിയുവാനായിട്ട് കഴിഞ്ഞത്. എന്നാൽ സമൂഹ മാധ്യമങ്ങളിലടക്കം ഈ വിഷയങ്ങൾ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നൊരു കാര്യം നമുക്കറിയാമല്ലോ. പണ്ട് കാലങ്ങളെ പോലെയല്ല, ഏതൊരു ചെറിയ കാര്യം പോലും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകളാകാറുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വരും വരായികളെ കുറിച്ചൊക്കെ ജനം വിലയിരുത്തും. പോസിറ്റീവ് നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകൾ ആളുകൾ ഇടുവാനായിട്ട് ഇടയായി തരും. ചിലപ്പോൾ അത് വിവാദമാകുന്ന സമയത്ത് ചിലപ്പോൾ അത്തരത്തിലുള്ള ഉത്തരവുകൾ പിൻവലിക്കേണ്ട സാഹചര്യങ്ങൾ, അത്തരത്തിലുള്ള സർക്കാരിൻ്റെ മേൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാർത്ത തെറ്റിദ്ധാരണ ജനകമായ നിലയിലേക്ക് ആളുകളിലേക്ക് സ്പ്രെഡ് ആവും. അതാണ് വിഷയം. ഈ സോഷ്യൽ മീഡിയയിലേക്ക് ചർച്ചകൾ, കാര്യങ്ങൾ കടന്നു വരുന്ന സമയത്ത് ഇത് ഏതൊക്കെ നിലയിലാണ് ആളുകൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സർക്കാർ ഒരുപക്ഷെ അതൊരു നല്ല ഉദ്ദേശത്തോടെ ആയിരിക്കാം ആ കാര്യങ്ങൾ ചെയ്യുക. പക്ഷേ അതിനെ തെറ്റായ രീതിയിൽ ജനങ്ങൾ വ്യാഖ്യാനിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉള്ളത് കൊണ്ടാകാം ആ ഒരു ഉത്തരവ് പിൻവലിക്കുന്നതായിട്ട് അറിയിക്കാനായിട്ട് ഇടയായിട്ടുള്ളത്. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ശാസ്ത്രീയമായിട്ടുള്ള അറിവുകൾ ജനങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. അവിടുത്തെ പാരിസ്ഥിതിക വിഷയങ്ങൾ, അവിടുത്തെ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള ശാസ്ത്രജ്ഞരെ സംബന്ധിച്ചുള്ള അവർക്ക് ഈ വിഷയങ്ങൾക്കൊക്കെ നല്ല അവഗാഹമുണ്ട്. അവരിൽ നിന്ന് നല്ല വിവരണങ്ങൾ ലഭിക്കുന്ന മാധ്യമങ്ങൾ അവരുടെ ആശ്രയിക്കുക സ്വാഭാവികമായ കാര്യമാണ്. എന്നാൽ അങ്ങനെയുള്ളവരെ സമീപിക്കുക അല്ലെങ്കിൽ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ വളരെ മിതത്വം പാലിച്ച് പല കാര്യങ്ങളും സംസാരിക്കാൻ പാടില്ല എന്നുള്ള അവരുടെ മേലെ ഒരു നിയന്ത്രണത്തിൻ്റെ ഒരു ഭാഗം കൊണ്ടുവന്നപ്പോഴാണ് ഈ വിഷയങ്ങൾ ചർച്ചയാകുവാനായിട്ട് ഇടയായി തീർന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ പഠനം നടത്തുകയാണെങ്കിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അനുമതി വാങ്ങിയിട്ട് വേണം അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാൻ എന്നായിരുന്നു ആ ഉത്തരവ്. എന്നാൽ ഇത് ഒത്തിരി വിമർശനങ്ങൾക്ക് വിധേയമായതുകൊണ്ടാകാം ആ ഒരു ഉത്തരവ് പിൻവലിക്കുവാനിടയായി തീർന്നു. നല്ല കാര്യങ്ങളാണ്. സാധാരണക്കാർക്ക് പോലും പല കാര്യങ്ങൾക്കും അറിവില്ല. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ എന്തുകൊണ്ട് തുടരെ ഉണ്ടാകുന്നുണ്ട്. പ്രകൃതിയുമായി ബന്ധപ്പെട്ട് ഈ മേഖലകളിലൊക്കെ തുടരെ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഉരുൾപൊട്ടലുകളും മറ്റ് ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുന്നു, ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ അറിയുവാൻ സാധാരണക്കാരന് ആഗ്രഹമുണ്ടാവും. മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് മാധ്യമങ്ങൾ ഇങ്ങനെ ഒരു സ്കൂപ്പ് അന്വേഷിച്ച് നടക്കുകയാണ്. അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ത്രെഡ് കിട്ടിയാൽ അവർക്ക് അത് റിപ്പോർട്ട് ചെയ്യണം. ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾ ഏത് മാധ്യമങ്ങളിൽ നമ്മൾ നോക്കിയാലും ഈ വയനാടുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ് കൂടുതലായി അവർ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് നമ്മൾ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ലൈവായിട്ടുള്ള അവിടെ നിന്നുള്ള ചിത്രങ്ങൾ, വീഡിയോകളൊക്കെ വരുന്നതായിട്ട് ആളുകളുമായിട്ടുള്ള ബന്ധപ്പെട്ട് അവരോട് സംസാരിക്കുന്നതിൻ്റെ ഒക്കെ പല കഥകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒക്കെ ഉണ്ടാകുമ്പോൾ വളരെ സൂക്ഷ്മമായിട്ട് ആ കാര്യങ്ങൾ ഇടപെടുന്നത് വളരെ നന്നായിരിക്കും. പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങളിലേക്ക് ഈ വിഷയങ്ങൾ ചർച്ചയിലേക്ക് വരുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള പോസിറ്റീവ് നെഗറ്റീവായിട്ടുള്ള വശങ്ങളെ കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം വളരെ കൃത്യതയോടെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ കാര്യങ്ങൾ പോകാനായിട്ട് സാധിക്കും. ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പല കാര്യങ്ങളും അറിയുവാനും മനസ്സിലാക്കാനും താല്പര്യപ്പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ കാര്യങ്ങൾ അറിയുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിലൂടെ മാത്രമല്ല, നമ്മുടെ പത്രത്താളുകളിലൂടെയും ഈ കാര്യങ്ങളൊക്കെ വായിക്കുവാനും അറിയുവാനും ഒക്കെ ശ്രമിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നതിന് നിയന്ത്രണങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായി ജനങ്ങൾ പ്രതികരിക്കും. അപ്പം അത്തരത്തിലുള്ളൊരു പ്രതികരണമായിട്ട് കണ്ടാൽ മതി. ഏതായാലും ആ ഉത്തരവ് പിൻവലിച്ചതായിട്ടാണ് വാർത്തകളോട് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കൂടുതൽ വിശേഷങ്ങളും വാർത്തകളുമായിട്ട് ഞാൻ വീണ്ടും പുതിയ വീഡിയോയിലേക്ക് കടന്നു വരാം. അതുവരെ വീണ്ടും ബൈ.